പോയിട്ടുണ്ടോ? ഇന്ത്യയിലെ പല പാസുകൾ ഞാൻ പോയിട്ടുണ്ട്. ഈ പാസ് ജില്ലാ പാസ് അടിപൊളിയല്ലേ? മസാജ് ആവുണ്ടോ? അടിപൊളി റൈറ്റ്. കുതിര ആദ്യമായിട്ടല്ലോ. കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സിലുള്ള ആരുവാലിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ പഹൽഗാമെന്ന് ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഇതിലെ ഷബ്ന ആണ് ഗസ്റ്റ്. ആരുവാലിയിലാണ് പഹൽഗാമിലെ. ആദർശിനെ പോലെ ആളുകളെ സപ്പോർട്ടും. ദൂത്പത്രിയിലെ കാഴ്ചകളെ ആസ്വദിക്കുന്ന ഷബ്ന. രസമുണ്ടോ? ഇഷ്ടംപൂരിൽ അരമണിക്കൂർ മുന്നേ ഞങ്ങൾ ഈ ഒരു ടണൽ കഴിഞ്ഞ് കരിപ്പൂരിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റിൻ്റെ അടുത്താണ് സീറ്റ് കിട്ടിയത്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സീറ്റ് കാലിയായിരിക്കും. 3 സീറ്റുള്ള സ്ഥലത്ത് ഈ റോയിൽ 2 സീറ്റ് ഉണ്ടാവുള്ളൂ. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയേക്കാണ്. ശ്രീനഗർ എയർപോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണത്. ഏകദേശം അവിടെ ലാൻഡ് ചെയ്യാൻ പോവാണ് ഫ്ലൈറ്റ്. സ്നോ ക്യാപ്ഡ് മൗണ്ടെയിൻസ് ഒക്കെ കാണാം. ഞങ്ങൾ മെയ്യിലാണ് പോകുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് ശരിക്കും സ്പ്രിംഗ് സീസണാണ് അവിടെ. അത് കഴിഞ്ഞ് പിന്നത്തെ 3 മാസം സമ്മർ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടം വരും. ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ ബ്രൗൺ കളറിലുള്ള ലീവ്സൊക്കെ ഉള്ള ചിനാർ മരങ്ങളൊക്കെ ഉള്ള സമയം. അത് കഴിഞ്ഞ് പിന്നെ വിൻ്റർ വരും. വിൻ്റർ വരെയൊന്നും കാത്തു നിൽക്കണ്ട. ഏറ്റവും ബെസ്റ്റ് സമയം ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് തന്നെയാണ്. ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങി ഇവിടെ എയർപോർട്ട് സിം കാർഡ് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ പോസ്റ്റ് പെയ്ഡേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നവർ ഒന്നുകിൽ പോസ്റ്റ് പെയ്ഡ് ആക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സിം എടുക്കണം. എയർടെലും ജിയോ ആണ് നന്നായി കവറേജ് ഉള്ളത്. അങ്ങനെ ശ്രീനഗറിലെത്തി. ശ്രീനഗറിൽ ഞങ്ങൾ ഷാലിമാർ ഗാർഡനിലേക്കാണ് ആദ്യം പോകുന്നത്. CM ഉമർ അബ്ദുള്ളൻ്റെ വീട് കഴിഞ്ഞ് വന്ന് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ലോക് ഭവൻ കണ്ടു. അതായത് ഗവർണർ ഹൗസ്, അതായത് ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ. ആ കാണുന്നതാണ് ദാൽ ലേക്ക്. നമ്മൾ ദാൽ ലേക്കിൻ്റെ സൈഡിലൂടെ പോവാണ്. തുലിപ്പ് ഗാർഡനിലേക്ക് പോകുന്ന വഴി കാണാം. പക്ഷേ തുലിപ്പ് കഴിഞ്ഞു. ഏപ്രിൽ 22 കഴിഞ്ഞു ഇത്തവണ, ഈ വർഷം. ഇത് ഷാലിമാറിൽ വന്നപ്പോൾ അവർ നിഷാത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി. വസ്വാനാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ. അപ്പം മട്ടനിലുണ്ടാക്കുന്ന കബാബ് കഴിക്കാണ്. കാന്തി ഉണ്ട് വേറെ. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡ്സ്, മോമോസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഒരു മടി. അതാണ് ദാൽ ലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിഷാത്ത് ഗാർഡനിൻ്റെ മുന്നിലാണുള്ളത്. ഞങ്ങൾ ആദ്യം ഷാലിമാർ ഒന്ന് പോയി, പക്ഷെ അകത്ത് കയറിയില്ല. മട്ടൻ കബാബാണ്. വസ്വാൻ ആൻഡ് റൈസ് 200 രൂപ. ആ മുതലാണ് ഈ കാണുന്നത്. ഇന്തത് ഇങ്ങനെ ആക്കി വെച്ചേക്കാണല്ലേ. ഇത് അതിൻ്റെ കൂടെ തൈരും ചമ്മന്തിയാണ്. അതുപോലെ മറന്നിരുന്നു നേരത്തെ. ഇതാണ് കബാബ്. ഒരു ഫോർട്ടിൻ്റെ ഷേപ്പിലാണ് അല്ലേ ഗാർഡൻ. സൂപ്പറാണ്. കാണേണ്ടത്. മുഗൾ ഗാർഡൻ, നിഷാത്ത്. കുറേ മുഗൾ ഗാർഡൻസ് ഉണ്ട് ഇവിടെ. ഷാലിമാറുണ്ട്, നിഷാത്ത് ഉണ്ട്. പിന്നെ അതിനപ്പുറത്ത് വേറെ ഏതോ 2-3 ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ ശ്രീനഗറിൽ ഫ്ലൈറ്റിൽ വന്നു. ഇവർ ഡൽഹി വഴി വന്നു. അങ്ങനെ ഞങ്ങൾ മുഗൾ ഗാർഡനിൽ വെച്ച് കാണുകയാണ്. നമ്മളെത്തും. സത്യമാണ്. ട്രഡീഷണൽ ഡ്രസ്സിൽ ബീബി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. 200 രൂപ. ആണുങ്ങളുടെ ഡ്രസ്സ്, പെണ്ണുങ്ങളുടെ ഡ്രസ്സ്. നല്ല ഡ്രസ്സുണ്ട് കാണാൻ. ഷാബിനെ നമ്മൾ സൈറ്റ് സീയിങ് എല്ലാം കാണിക്കുകയാണ്. ദാൽ ലേക്കിൻ്റെ ബ്യൂട്ടി. ദാൽ ലേക്കിൽ ഷിക്കാര ബോട്ടിങ്ങിന് വന്നേക്കാണ്. ഇതിങ്ങനെ കച്ചവടം ഉണ്ടാവും. എത്തിയോ? കോഫി ചായേ? बच्चे के लिए चॉकलेट. ये चॉकलेट. इनी रस्ट कावा. ഇത് ചോക്ലേറ്റ് ആണ്. ഇനി അടുത്ത കാവ വരും. ആൽമണ്ട്, സാഫ്രോൺ, ഹണി. സൂപ്പറാണ്. ദാൽ ലേക്കിൽ കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സിലുള്ള ഗ്രൂപ്പ് ഫോട്ടോ ആണത്. ഹൗസ് ബോട്ടുകൾ താമസിക്കാനുള്ള. സൺസെറ്റ് നല്ല രസമായിരിക്കും. കച്ചവടക്കാരെ കളിയാണ്. ഇത് കുങ്കുമപ്പൂവാണ്. അപ്പുറം ഹുക്ക പോണതാ. ഹൗസ് ബോട്ടുകൾ അവിടെ, ചുരിദാർ അതൊക്കെ കിടക്കുന്നത് ഒക്കെ ഈ ലേക്കിലാണ്. മാഗി ഹോട്ടൽ അതാ അവിടെ. ഒരു ശിക്കാരൻ്റെ പുറകിൽ അപ്പം ഇങ്ങനെ വരും. വേറെ കുഞ്ഞു കുഞ്ഞു ശിക്കാര പർച്ചേസിന് ആൾക്കാർ. അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. കണ്ടില്ലേ? നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. കൊള്ളാം. ചുറ്റുഭാഗം കച്ചവടക്കാരാണ്. കണ്ടില്ലേ? എന്താണ്? മാഗി ആണോ? ഇവർ ഓരോ ഷോപ്പിൽ അടുപ്പിക്കും. എന്നിട്ട് അവിടുത്തെ ഒക്കെ സാധനം വാങ്ങേണ്ടി വരും. നെയ് ചായ എന്ന് പറഞ്ഞിട്ട്
എത്താനായിരിക്കുന്നു കരയിൽ. ഇത് നമ്മളെ ലിവിങ് ഹൗസ് ബോട്ടാണ്. അതാണ് അതാ തൊട്ട് മുന്നിലേതാ മധുവും രേണുവും ഒക്കെ. നമ്മുടെ ടീമാ. 7 മണിയാണ് സമയം. നമ്മൾ നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ 4 മണിക്ക് സൺസെറ്റ് ആണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. കേരളത്തിലാണ് 6 മണിയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതാണ്. തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. 7 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തി. പക്ഷേ ലൈറ്റ് പോയിട്ടില്ല. ബ്യൂട്ടിഫുൾ സൺസെറ്റാണ്. സൈറ്റ് സീയിങ് ബസ് ഉണ്ട് ഇവിടെ ദാൽ ലേക്കിന് ചുറ്റും. 3 ട്രാവലറിലായിട്ട് 35 പേര്. നൈറ്റിലെ ഷിക്കാരുകളൊക്കെ വേറൊരു ഭംഗിയാണ് ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ. ശങ്കരാചാര്യ ടെമ്പിളാണത്. ഒരു മലൻ്റെ മുകളിലേക്ക് പോകണ ലൈറ്റിങ്സും ഒക്കെ ഇതിൽ കൂടെ കയറി പോയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ലൈറ്റ് ഉണ്ടാവും. പോകുന്ന വഴികളിൽ സ്റ്റെപ്സിലുള്ള ലൈറ്റ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഈ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. റൊട്ടി ഉണ്ടാക്കുന്നു. എന്ത് ലവാസ? ആ വലുതാണ് ലവാസ റൊട്ടി. ഇത് സാധാരണ കശ്മീരി റൊട്ടി. ഓക്കെ. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ 4 മണിക്ക് ബാങ്കുളി എല്ലാ പള്ളിയിൽ നിന്നും എന്തൊരു സൗണ്ടാണെന്ന് അറിയാം. കുറേ പള്ളികളുള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ടിലായിരുന്നു. ഇത് ഹോട്ടൽ ദാറുൽ റഹ്മാൻ. ഇന്നത്തെ യാത്ര പഹൽഗാമിലേക്കാണ്. സെക്കൻഡ് ഡേ നമ്മൾ പഹൽഗാമിലേക്കാണ് പോകുന്നത്. ആടാണ് മെയിൻ. ചീപ്പായിട്ട് ആട് മീറ്റ് കിട്ടും. ചിക്കനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരും. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന വില്ലോ എന്ന് പറഞ്ഞ മരം, ഇതിൻ്റെ വലിയ മരത്തിൽ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്നാണ് പോകുന്നത്. ചീപ്പായിട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ചിലർക്ക്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കടയിൽ നിർത്തിയാണ്. ഒരുപാട് കൃഷി സ്ഥലങ്ങളിൽ കൂടെയാണ് പോകുന്നത് യാത്ര. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അട്ടിക്കച്ചിട്ട് ബാറ്റുകളാണ്. മരങ്ങൾ വില്ലോ മരം. പെഹൽഗാമിലേക്കുള്ള എൻട്രി പോയിന്റ്. മഞ്ഞ് ഉരുകി വരുന്ന വെള്ളമാണ്. നല്ല തണുപ്പാണ്. അവിടെ സ്നോ ഉണ്ട്. പെഹൽഗാമിൽ നിന്ന് നമ്മൾ വണ്ടി മാറി കയറി ആരു വാലിയിലേക്ക്. വലിയ വണ്ടി പോകില്ല. നമ്മൾ ചെറിയ 7 സീറ്ററിലേക്ക് മാറി കയറി. അതിലാണ് യാത്ര. ആരു വാലിയിലേക്കാണ് ആദ്യം പോകുന്നത്. പച്ചപ്പ്, വാലികൾ, പുഴ, സ്നോ. അതാണ് പെഹൽഗാം. ചെറുതായിട്ട് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്. ഇവിടെ വാലിയാണ്. അടിഭാഗത്ത് കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് പുഴ പോകുന്നുണ്ട്. സൈഡിൽ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. വില്ലേജുകൾ. നല്ല വീടിനും കുതിരകളുണ്ട്. ആരു വാലിയിലേക്കുള്ള യാത്രയിലാണ് പഹൽഗാമെന്ന്. ആരു വാലിയിലേക്ക് നടക്കുകയാണ്. നമ്മുടെ പഹൽഗാമെന്ന് ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ആരു വാലി കാണാനാണ്. ഒരു മണിക്കൂറാണ് നമുക്കുള്ള സമയം. നല്ല ഭംഗിയുള്ള വാലികൾ തന്നെയാണ് കാശ്മീരിൻ്റെ പ്രത്യേകത. ഇവിടുന്ന് പർച്ചേസ് ആയിരുന്നു മെയിൻ. ഇതിന് കുറേ ഷോളുകളും ചുരിദാറുകളൊക്കെ വാങ്ങിച്ചിരുന്നു. ഇതിന് പേസ്റ്റ് നാം മൊയ്സ. രസമുണ്ടോ? ഇഷ്ടമായോ? ദീപിക അങ്ങോട്ട് ഇഷ്ടമായി. 50 രൂപ കൊടുത്ത് ഫോട്ടോ. നമ്മുടെ ഇന്നത്തെ ഇവൻറ്റിലെ ഷബ്ന ആണ് ഗസ്റ്റ്. ആരുവാലിൻ്റെ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ മറ്റുള്ള വണ്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊരു സ്ഥലം ഉണ്ടല്ലോ. ഇത് കിഡിലൻ സ്ഥലം. നോക്കി 360 ഡിഗ്രി വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആരുവാലിയിൽ ആ ഭാഗത്ത് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ ആരുമില്ല. അടിപൊളി. എന്താ ഇപ്പം ആരപ്പം നിൽക്കണേ? ഓ ബേതാബ് വാലി. അവിടെ എത്തി. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആ സ്നോ മെൽറ്റ് ചെയ്ത് വരുന്ന ആ റിവറിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. വാലികളാണ് മെയിനായിട്ട്. ഗ്രീനറിയാണ് പെഹൽഗാമിൽ. നല്ല ഭംഗിയാണ്. വെറുതെ നടക്കുക. പഷ്മിന ഗോട്ടേനാ. അച്ഛാ വെരി നൈസ്.
നല്ല രസമുള്ള ഫോട്ടോസ് എടുക്കാം. അവിടെ വന്നിട്ട് ഫോട്ടോ സ്പോട്ടാണ്, ഫോട്ടോ ഷൂട്ടിങ്. എല്ലാ സ്ഥലവും, ഒരു സ്ഥലവും വിട്ടിട്ടില്ല. ഷബന ബേത്താബാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മെയിൻ കുതിരയാണ്, കുതിര സഫാരി. അതന്നെ ചെറുത് ഇങ്ങനെ നല്ല രസമുള്ള ഭംഗിയുള്ള വഴികളാണ്. ഇനിയിപ്പോൾ നമ്മൾ പഹൽഗാമിൽ പോയിട്ട് 150 രൂപയുടെ മട്ടൻ ബിരിയാണി കഴിക്കണം. ഇത് മട്ടൻ ബിരിയാണിയാണ്. ഇതെന്താണ്? ബദാമൊക്കെ ഇട്ട മട്ടൻ ബിരിയാണിയാണ്. എവിടെ? ഓ, ബദാമുണ്ട്. ആയിക്കോട്ടെ, ശരി. മടങ്ങാണ്. പെഹൽഗാമത്തെ കാഴ്ചകൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നാളെ നമുക്ക് ഗുൽമാർഗിൽ കാണണം. ബസ്സിൻ്റെ കോലം ലോറിയാണോ ബസ്സാണോ എന്ന് മനസ്സിലാണ്. അതൊരു ആംബുലൻസ് ആണ്. ഇന്നത്തെ യാത്ര ഗുൽമാർഗിലേക്കാണ്. എന്താ ഗേറ്റ് വേ ടു ഗുൽമാർഗ്. ഇവിടുന്ന് 38 കിലോമീറ്റർ യാത്ര ഉണ്ട്. ശ്രീനഗറിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. കൊണ്ടുള്ള കേബിൾ കാറിലേക്കാണ് നമ്മൾ പോകുന്നത്. ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ ഓഗസ്റ്റിലേ ഉണ്ടാവുള്ളൂ. ആപ്പിൾ സീസൺ അല്ല. ഗുൽമാർഗ് എന്ന് വെച്ചാൽ ദി മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അർത്ഥം. അടിപൊളിയല്ലേ? മസാജ് ആകുണ്ടോ? അടിപൊളി റേറ്റ്. കുതിര ആദ്യമായിട്ടല്ലോ. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. ഈ ബേജാറാവുണ്ട്. ഇത് ഡേഞ്ചറസ് റൂട്ടേ അല്ല. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞങ്ങൾ ഇവിടുന്ന് കുതിര എടുത്തു, ആ കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിങ് വരെ തിരിച്ചും. കുതിര സഫാരിയാണ് ഇപ്പോൾ. കേബിൾ കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ് 1ഉം ഫേസ് 2ഉം കേബിൾ കാർ എടുത്തിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ എമ്മാതിരി ക്യൂ എന്ന് പറയും. ഷബ്നെ ഇതിൽ കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ റിസ്ക് എടുത്ത് ഞങ്ങളിത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. വൻ വിജയം, സഫാരിയുടെ വൻ വിജയം അല്ലേ ഷബ്ന? അതാണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാശ്മീരിലെ ഗുൽമാർഗിലാണ്. കേബിൾ കാറിൽ അല്ലേ? ഓക്കെ, നമ്മൾ കേബിൾ കാറിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്നോ ഉണ്ട് മുകളിൽ. ഫേസ് 1ലാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഫേസ് 2ലേക്ക് പോകും. കാണുന്നുണ്ടോ? ഇതൊക്കെ വില്ലേജസ് അല്ലേ? നോക്കി മുനീറ ഇഷാന് ഹണിമൂൺ കപ്പിൾസ് നമ്മളെ കൂടെ ഉണ്ട്. താഴെ കുറേ വില്ലേജസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വില്ലേജസ് പോലെ തോന്നിക്കുന്നു അല്ലേ? ഓക്കെ കുതിരയുണ്ട് അല്ലേ? ഓക്കെ, ഫേസ് 1 ഇറങ്ങി. ഈ കാണുന്ന ലോങ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് 2ലേക്കുള്ള ക്യൂ ആണ്. എൻ്റെ അമ്മോ, ഇവിടെ ക്യൂ നിന്ന് മടുക്കും. ഫേസ് 1 തന്നെ അത്യാവശ്യം സ്നോ ക്യാപ്ഡ് മൗണ്ടെയിൻസ് ഒക്കെ കാണാം. സ്നോ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഫേസ് 2ലേക്ക് തന്നെ പോകണം. ദീപി കയറിക്കോ, കയറി ഓക്കെ അടിപൊളിയാണ്. വേണോ പെട്ടെന്ന്? ഐസ് ഉണ്ടോ? അടിയിലൊക്കെ ഐസ് തന്നെയാണ്. ചുറ്റുമൊക്കെ ഐസാണ്. എന്താണ് ടീം? ഇതാണ് റാഫിയും ഞങ്ങളും 2 ഫാമിലി. ഓപ്പൺ റൈഡ് ഇതുവരെ ഉള്ളൂ. ഇവിടെ നല്ല സ്നോ ആണ്, ഫുള്ള് സ്നോ ആണ്. വാ, കോണ്ടോലല്ലേ സെക്കൻഡ് ഫേസിലാണ്. സെക്കൻഡ് ഫേസിൽ ഇവിടെ സ്നോ ഉള്ളൂ, ഫസ്റ്റ് ഫേസിൽ സ്നോ ഇല്ലെന്ന്. ഓക്കെ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. 1000 rupees ആണ് സെക്കൻഡ് ഫേസിന്. ഫസ്റ്റ് ഫേസിന് 800 രൂപ. ഞാൻ നേരെ തിരിച്ചു പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്. നമ്മളൊന്നും ഓണൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ ശരി. സക്സസ്. കുട്ടികളൊന്നും അധിക സമയം അവിടെ നിൽക്കാക്കണം നല്ലത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചെറിയ ഇഷ്യൂസ് ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അധികം നേരം നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി. കുതിരക്കാർ ഭയങ്കര ഉടായ്പാണ് ഇവിടെ, ഒരു രക്ഷയില്ല. 800 രൂപ വാങ്ങിച്ചത്. കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. എന്തായാലും ഗുൽമാർഗ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചിനി റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ യാത്ര സോനമാർഗിലേക്കാണ്. ഞങ്ങൾ പോകുന്ന വഴി ലഞ്ചൊക്കെ ഒരു കഥയായിരിക്കും എല്ലായിടത്തുനിന്നും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വാങ്ങി വണ്ടിയിൽ വെക്കുകയാണ്. ഇതാണ് സിന്ധ് റിവർ, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സിന്ധ് റിവറാണ്. ഇവിടുന്ന് ഞങ്ങൾ സുമോയിൽ പോവുകയാണ് നേരെ 0 പോയിന്റിലേക്ക്. 5 പോയിന്റ് കാണാനുണ്ട്. ഒരു സുമോക്ക് 5300 പറയുന്നത്. ലാസ്റ്റ് 10,000 രൂപ വെച്ച് തുടങ്ങിയതാണ് അവർ.
5,300 കിട്ടി. നമ്മൾ പോകുന്ന വണ്ടി സുമോ, ടാറ്റ സുമോ. അങ്ങ് ദൂരെ ഇടത്തെ ഭാഗത്ത് താഴെ കാണുന്നതാണ് സർബം വില്ലേജ്. ഈ ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയുടെ ലാസ്റ്റ് വില്ലേജാണത്. നമ്മുടെ വണ്ടി സോജില്ല പാസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാസുകളും, എത്ര പാസുകളാണ് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പാസുകളും ഇതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ഭംഗിയാ നോക്കിയ ലഡാക്കിലേക്കുള്ള യാത്രയിലാണ്. ലഡാക്കിലേക്ക് പോകുന്നില്ല, പക്ഷേ സോജില്ല പാസിലെത്തി. ഗുംറി എന്ന് പറഞ്ഞൊരു പോയിന്റ് വരെയാണ് നമ്മൾ പോകാന്ന് പറഞ്ഞത്. എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണോ. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ? ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ കാണാൻ വേണ്ടി വരണം. അതാണ് 11,649 ഫീറ്റിലാണ് സോജില്ല പാസ്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇന്ത്യയിലെ പല പാസുകൾ ഞാൻ പോയിട്ടുണ്ട്. ഈ പാസ് സോജില്ല പാസ്. ഇത് കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഈ സോജില്ല പാസ് വരുന്നത്. നമ്മുടെ സ്പിറ്റിയിലേക്കൊക്കെ പോകുന്ന ആ റൂട്ടിനോട് സാദൃശ്യമുള്ള വഴികളാണിത്. നല്ല അഡ്വഞ്ചറസ് വഴികൾ തന്നെയാണ്. നല്ല ഒരു ഡ്രൈവ് തന്നെയായിരുന്നു ആ എക്സ്പീരിയൻസ്. സോനാമാർഗ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് നേരെ തൂത്പത്രിയിലേക്കും പോയി. ഒരു ഗ്രൂപ്പ് നമ്മുടെ കൂടെ സോനാമാർഗിലേക്കും പോകും. മഴ പെയ്തു. ചെറിയ രീതിയിലുള്ള ഹെയിൽ സ്റ്റോം കിട്ടി. അലിപ്പഴം. കാശ്മീരിൽ നിന്ന് ആദർശ് ഒരു ചെടി പറിച്ച് നാട്ടിൽ കൃഷി ചെയ്യാനുള്ള പ്ലാനാണ്. കഞ്ചാവെന്നാണ് ആദർശ് പറയുന്നത്. അപ്പോൾ കുറച്ച് ലാഭം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതെ, കൂട്ടുകൃഷിയാണെന്നാണ് പറയുന്നത്. 4 ദിവസത്തെ കാശ്മീർ സന്ദർശനത്തിന് ശേഷം കാശ്മീരിനോട് വിട പറയുകയാണ്. എന്തൊക്കെയുണ്ട് ഷെബിന അനുഭവങ്ങൾ? എന്താ പറയാ, വാക്കുകൾക്ക് അതീതമാണ് കാശ്മീർ. ഞാനിവിടെ എത്തുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. കാശ്മീരിൽ എത്തുമ്പോൾ തണുപ്പോണ്ട് ഞാൻ പിന്മാറുന്നതാണ്. അപ്പൊ അൻവർക്കും നാസർ മാഷും തന്ന ആ ഒരു റഹ്മാൻ സാറൊക്കെ തന്നൊരു ഊർജ്ജം ഉണ്ടല്ലോ, അതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ആദർശിനെ പോലെ ആളുകളെ സപ്പോർട്ടും തീർച്ചയായിട്ടും ആദർശ് ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ കാശ്മീർ ആസ്വദിച്ചത്. ശരിക്കും എന്റെ കാഴ്ചകളിലൂടെയാണ് ആദർശ് കാഴ്ചകൾ കണ്ടത്. എനിക്ക് വേണ്ടി മാറ്റി വെച്ചാണ് അവന്റെ പല കാഴ്ചകളും. അതാണ് ടീം സഫാരിയുടെ സന്ദേശം. അതാണ്. താങ്ക് യു. ശബരയും ടീമൊക്കെ ദൂത്പത്രിയിലേക്കാണ് പോയത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാശ്മീരിലെ അവസാനത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൽ നിന്നാണ്. കുറച്ച് നടക്കണം, അത് കഴിഞ്ഞ് സ്റ്റെപ്സാണ്. കശ്മീർ മുസ്ലിങ്ങളുടെ മാത്രമല്ല, എല്ലാ മതവിശ്വാസികളും ഇവിടെ ഉണ്ട്. അങ്ങനെ ശ്രീ ശങ്കരാചാര്യൻ്റെ ടെമ്പിളിൻ്റെ മുകളിലെത്തി നമ്മൾ. ഇവിടെ നിന്നുള്ള 360 വ്യൂ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ശ്രീനഗറിൻ്റെ ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ്. ഭയങ്കര വ്യൂ തന്നെയുണ്ട് ഇന്ന് മുകളിൽ നിന്ന്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ, എല്ലാ വീടിൻ്റെയും മുകൾ ഭാഗം അതുപോലെ ഷീറ്റുകളായിരിക്കും, ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ. മഞ്ഞുകാലത്തൊക്കെ മഞ്ഞ് ഒഴിഞ്ഞു പോകാൻ പെട്ടെന്ന് സൗകര്യത്തിനാണ് അങ്ങനെ. ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഇതതിൻ്റെ സെക്കൻഡ് ലെയറിൽ കയറിയപ്പോൾ ടെമ്പിളിൻ്റെ ഇത് ദാലിലേക്ക് ശിക്കാരികളൊക്കെ അങ്ങനെ ദൂരേന്ന് കാണാം. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അടുത്ത നമ്മൾ ദാൽ ലേക്കിൻ്റെ സൈഡിലൂടെ തന്നെ ഹസ്രത് ബാൽ പള്ളി കാണാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ മട്ടൻ്റെ കുക്കിങ്ങാണ്. അടിപൊളി ഇവിടെ കുക്കിങ്. ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാൾനട്ട് ഫഡ്ജ് കിട്ടുന്നത് മൂൺലൈറ്റിലാണ്. അങ്ങനെ വാൾനട്ട് ഫഡ്ജ് മൂൺലൈറ്റിൽ നമ്മൾ എത്തി. ഇവിടെ എല്ലാവരും പർച്ചേസിലാണ്. ഇതാ ½ kg, ഫുൾ kg. ആശ്രമാഷാണ് നമ്മളെ ലീഡർ ഫഡ്ജിൻ്റെ കാര്യത്തിൽ. വാൾനട്ടിൻ്റെ ഫഡ്ജിൻ്റെ കാര്യത്തിൽ മൂപ്പരാണ് അമീർ. ടേസ്റ്റ് ഉണ്ട്. ഇത് ഐസ്ക്രീമും വാൾനട്ടിൻ്റെ ഐസ്ക്രീമാണ്. ഫഡ്ജ് ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് സാധനം. 80 രൂപ ഒരു പീസ്. ഹണി, ഡേറ്റ്സ്, സാഫ്രോൺ, ഇത് മൂന്നുമാണ് ഇതിൻ്റെ കണ്ടന്റ്. പോളി സാധനം. ഭയങ്കര ബ്രാൻഡാണ് കേട്ടോ ഇവിടെ. പീപ്പിൾസ് ഫസ്റ്റ് ചോയ്സ് വാൾനട്ട് ഫഡ്ജ് ഇൻ കാശ്മീർ. ശ്രീനഗറിലെ ഇലക്ട്രിക് ബസ്സാണിത്. 3 തരം കബാബുകളാണ്. ഇത് മട്ടന്, ഇത് ചിക്കന്, ഇത് ബീഫ്, എല്ലാം കിട്ടും ഇവിടെ.
ഹസ്രത് ബാലിൻ്റെ സൈഡിൽ ഷോപ്പിംഗ് ഉണ്ട്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മട്ടൻ ബിരിയാണി. ഇനി റിസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട്, മട്ടൻ ബോൾ പോലെ ഇരിക്കും. റിസ്താണ് മട്ടൻ ബോൾ തന്നെ. പറാട്ടൻ്റെ ഒരു വലിപ്പം നോക്കി, എൻ്റെ അമ്മോ. ഇത് ഹലുവ. ये क्या है भाई? मटर है ये वाला. हाँ ഓ, ഇതാണ് ഹസ്രത് ബാലിൻ്റെ സൈഡിലുള്ള ലേക്ക് വ്യൂ. കൊള്ളാം, എന്താ ഭംഗി. ഇതാണ് ഹസ്രത് ബാൽ പള്ളി. പൊളി. കാശ്മീരിനോട് വിട പറയാണ്. ഇവിടുന്ന് നേരെ ഉധംപൂരിലേക്ക് പോവാണ്. ഉധംപൂരിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. രാത്രി 11:45, രാവിലെ 9:15 ഡൽഹി എത്തും. വരുന്ന വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ വേണ്ടി നിർത്തിയതാണ്. ഉധംപൂരിൽ അരമണിക്കൂർ മുന്നേ ഞങ്ങൾ ഈ ഒരു ടണൽ കഴിഞ്ഞ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവൻറ്റിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം എടുത്ത് എല്ലാവരും ഹാപ്പിയാണെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമായി. എന്തായാലും ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.